ഹായ് സ്റ്റുഡൻസ്, 2025 മെയ് 4 നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ഏകദേശം 14 ദിവസങ്ങൾ മാത്രം ബാക്കി. ഇവിടെ ഇപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഒരു ഡിഫറെൻറ്റ് ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അല്ലേ? ഡിഫറെൻറ്റ് ഫേസ് എന്ന് ഞാൻ പറയുമ്പോൾ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ എന്ന ഒരു വശത്ത് കൺഫ്യൂഷൻ, ഞാൻ പഠിച്ചതെല്ലാം പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ള ആശങ്ക, വന്നാൽ തന്നെ ഞാനത് മറന്നു പോകുമോ, എനിക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന ആകുലത വേറൊരു സ്ഥലത്ത്. ഇതിനെല്ലാം അപ്പുറം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞ പരീക്ഷാ ഹാളിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ്, നമ്മുടെ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ്, എന്തൊക്കെ അലൗഡാണ് നോട്ട് അലൗഡാണ്, അങ്ങനെ കൺഫ്യൂഷൻ. എനിക്ക് തോന്നുന്നു 25 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ഭാഗമാകുമ്പോൾ ഏതൊരു മനുഷ്യനും ഇതുപോലുള്ള കൺഫ്യൂഷനുകളിലൂടെ കടന്നു പോകണം, എങ്കിലല്ലേ നമ്മൾ ഹ്യൂമൻ ആണെന്ന് പറയാൻ പറ്റൂ. പക്ഷേ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ ഏറ്റവും കംഫർട്ടബിളായിട്ട്, ഏറ്റവും കാമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയവും നമ്മുടെ കൂടെ നിൽക്കുന്നത്. എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഓരോ നിമിഷവും ഞാൻ പഠിച്ചത് മറന്നു പോകുമോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അത് മറക്കും എന്ന് നിങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ മറക്കാൻ സാധ്യതയുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ വരുന്ന ഒരു ടോപ്പിക്, അത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. കൺഫ്യൂഷൻസ് ടെക്സ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പല കുഞ്ഞുങ്ങളും ഈ അടുത്തിടെയായിട്ട് ഫോണിലൂടെ ആയാലും ക്ലാസ്സിലായാലും നേരിട്ടും ഒക്കെ പല ഡ്രസ്സുകളും ചെരുപ്പുകളും ഒക്കെ കൊണ്ടുവന്നിട്ട് മിസ്സേ ഇതിട്ടാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കൃത്യമായി ഏത് ഡ്രസ് കോഡാണ് നീറ്റിന് അലൗഡ് ആണെന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേ ടൈപ്പിലുള്ള ഒരു ഡ്രസ്സ് ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. അതേ തരത്തിലുള്ള പാൻറ്റുകളും അതേ തരത്തിലുള്ള ടോപ്പുകളും കുർത്തീസും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ദിവസത്തേക്കെന്ന് പറഞ്ഞ് കരുതി വയ്ക്കുന്ന ഒരു ഡ്രസ്സ്, ആ കരുതി വയ്ക്കലാണ് നിങ്ങൾക്ക് ഈ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്. എന്തിനാണ് അങ്ങനെ കരുതി വയ്ക്കുന്നത്? നമുക്കറിയാം, ഒരു ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുക, ആ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞു തന്നത് നിങ്ങളുടെ കയ്യിലുണ്ടാകും, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. മറിച്ച് അതിനെല്ലാം മാറ്റി വെച്ചിട്ട് നീറ്റിന് വേണ്ടി പുതിയൊരു ഡ്രസ്സ് വാങ്ങി അതിടാൻ പറ്റുമോ എന്ന കൺഫ്യൂഷനിൽ നമ്മൾ ഒരു വഴിക്ക് ഓടുന്നു. മറ്റൊരു വഴിക്ക് ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ പഠിച്ചത് പോരാ എന്ന് കരുതി നമ്മുടെ സ്ലീപ്പ് അവേഴ്സ് നന്നായിട്ട് കുറച്ചുകൊണ്ട് രാത്രിയും പകലും വീണ്ടും പഠിക്കുന്നു. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സ്ലീപ്പ് അവേഴ്സ് കുറച്ച് നിങ്ങളെ ഫിസിക്കിന് നിങ്ങൾ സ്ട്രെസ് കൊടുക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ മെമ്മറി പവർ, നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇതെല്ലാം കുറയുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതുവരെ 6 മണിക്കൂർ കൃത്യമായി ഉറങ്ങിയവരാണെങ്കിൽ ഇനിയുള്ള സമയവും 6 മണിക്കൂർ തന്നെ ഉറങ്ങണം. അത് പെട്ടെന്ന് ഒരു ദിവസം 4 മണിക്കൂറിലേക്കോ 3 മണിക്കൂറിലേക്കോ ഒരിക്കലും കൊണ്ടുവരരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഇനിയുള്ള 2 ആഴ്ച ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞ് പഠിച്ചാൽ കുറച്ചുകൂടി മാർക്ക് നേടാനാകും എന്നാണ്. പക്ഷെ അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കളയുന്ന ഓരോ ഉറക്കവും ഒരുപക്ഷെ ചെറിയൊരു തലവേദന വന്നാൽ പോലും ഇനി വായിക്കുന്ന ഒരു കണ്ടന്റുകൾ മനസ്സിൽ വച്ചിരിക്കാനോ അല്ലെങ്കിൽ ഓർത്തെടുക്കാനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ നിങ്ങളെ തന്നെ വിശ്വസിക്കൂ. വെറും ഒരു കാര്യം, 650-700 വാങ്ങിക്കുന്ന കുട്ടികൾ പോലും മിസ്സേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോകും എന്നാണ് പറയുന്നത്. നമ്മുടെ വേർത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എവിടെയൊക്കെയോ കുറയുന്നത് കൊണ്ടാണ് 650 അല്ലെങ്കിൽ 700, 715 വാങ്ങിക്കുമ്പോൾ പോലും ഞാൻ മറന്നു പോകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിനർത്ഥം യു നോ ദ കണ്ടന്റ്. പിന്നെ മറവി, അതെല്ലാ മനുഷ്യനും ഉള്ളതാണ്. അത് ഓവർകം ചെയ്യാനുള്ള നാളുകളാണ് ഇനിയുള്ള 2 ആഴ്ച എന്ന് പറയുന്നത്. അതിന് നമുക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. മറിച്ച് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത പാഠഭാഗങ്ങൾ ഇൻഡെപ്തിൽ വായിച്ചു കൊണ്ടിരിക്കുക, ഭക്ഷണം ഉപേക്ഷിക്കുക, വെള്ളം ഉപേക്ഷിക്കുക, ഉറക്കം കളയുക, ഏത് ഡ്രസ്സ് ഇടണം, ഇന്ന ഡ്രസ്സ് ഇടണോ എന്ന് പറഞ്ഞ് പുതിയ ഡ്രസ്സുകൾ അന്വേഷിച്ച് നടക്കുക, പുതിയ ചെരുപ്പിനായി അലയുക. എന്തിനാണിതൊക്കെ? നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ അതെല്ലാം തന്നെ നീറ്റിൻ്റെ ഡ്രസ് കോഡ് എന്താണെന്നും എന്തൊക്കെയാണ് കയറ്റുന്നതെന്നും കയറ്റാത്തതെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് അതിൽ നിന്നും ഒരു ചെറിയ സെലക്ഷൻ അത് വളരെ നേരത്തെ തന്നെ നടത്തി വയ്ക്കുക. ഇതൊന്നും തന്നെ മെയ് 3-ാം തീയതി അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഒരു വീഡിയോ കണ്ടിട്ട് അതേ രീതിയിലുള്ള ഒരു ഡ്രസ്സ് എന്തായാലും നിങ്ങളുടെ കാണും, അതൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, ഞാൻ കണ്ണാടി വെക്കുന്നുണ്ട്, ഞാൻ പല്ലി കമ്പി ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെല്ലാം തന്നെ ദയവായി
നമ്മൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ നോക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ആഹാരം കഴിക്കാതെ, എനിക്ക് പല കുട്ടികളും ഈ അടുത്തിടയ്ക്ക് പറയുന്നുണ്ട്, വയറ് നിറഞ്ഞാൽ ഉറക്കം വരുന്നു മിസ്സേ, അതുകൊണ്ട് കുറച്ചാണ് കഴിക്കുന്നതെന്ന്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഈ സമയത്ത് നമ്മുടെ ആവശ്യമുള്ള കാലറി എന്ന് പറയുന്നത് ഡബിളാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരുന്നുണ്ട്, ടെൻഷൻ ആകുന്നുണ്ട്, പാനിക് ആകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇപ്പം നിങ്ങൾക്ക് വേണ്ട കാലറി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ കാലറി കൂടുതൽ ആവശ്യമുള്ളൊരു സമയത്ത് കുറഞ്ഞ കാലറിക്ക് വേണ്ടി ശ്രമിക്കരുത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം. ഒത്തിരി കേക്ക്സോ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള, നമ്മൾ വിചാരിക്കും ഒരു മുട്ടായിയൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കും, കേക്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കാലറി പെട്ടെന്ന് കൂടുതൽ കിട്ടും. അവിടെയും ഒരു കാര്യമുണ്ട്, ബൾക്ക് ഇൻടേക്ക് ഓഫ് കാലറി അറ്റ് എ ടൈം നമുക്കത് സിസ്റ്റത്തിന് ക്ഷീണമുണ്ടാക്കുകയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ നല്ല ചൂടുള്ള ക്ലൈമറ്റാണ്, അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം അതെന്താണോ, ഉറക്കമായാലും ആഹാരമായാലും വെള്ളമായാലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതെ. കാരണം നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ റൂംമേറ്റിന് ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാകും, പക്ഷേ നിങ്ങൾക്കത് പോരായിരിക്കാം. സോ നിങ്ങളുടെ ഫിസിക്കിനനുസരിച്ച്, നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇനിയുള്ള 14 ദിവസം എന്ന് പറയുന്നത് ഒരു ആത്മസംയമനത്തിൻ്റെ, ഒരു പീസിൻ്റെ ദിവസങ്ങളാണ്. ഇവിടെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും, അതാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ, ഡ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ കമ്മലിനെ കുറിച്ച്, ചെരുപ്പിനെ കുറിച്ച്, ബുക്കിനെ കുറിച്ച്, മറവിയെക്കുറിച്ച് അതൊന്നും അല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. വെറും 14 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എത്താൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്നത്തിലേക്കാണ്. ഏറ്റവും അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോവാണ്. അതിനെ ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും കംഫർട്ടബിളായിട്ട്, ഏറ്റവും കാമായിട്ട് റിസീവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്, അതാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്. ഇത് എപ്പോഴും പറയും പോലെ ഞങ്ങൾ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.